അടുത്ത നമുക്ക് പറയാനുള്ളത് ആക്ടിവിറ്റി ഡയഗ്രമാണ്. ആക്ടിവിറ്റി ഡയഗ്രം ഈസ് എസെൻഷ്യലി an advanced version of flow chart that models the flow from one activity to another activity. അപ്പോൾ നമ്മൾ ഫ്ലോ ചാർട്ടിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് ആക്ടിവിറ്റി ഡയഗ്രം എന്ന് പറയാം. അതായത് ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് മറ്റൊരു ആക്ടിവിറ്റിയിലേക്കുള്ള ഫ്ലോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ടിവിറ്റി ഡയഗ്രം എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. Activities result in some action which is made up of executable atomic computations that result in a change of state of the system or the return of a value. അപ്പോൾ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അതിലൊരു ആക്ഷൻ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു സിസ്റ്റത്തിൻ്റെ ചേഞ്ചിൽ മാറ്റം വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാല്യൂ നമുക്ക് റിട്ടേണിങ് ആയിട്ട് ഔട്ട്പുട്ടായിട്ട് കിട്ടുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു ആക്ടിവിറ്റി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിന് എന്തെങ്കിലും അതിൻ്റെ സ്റ്റേറ്റിൽ ചേഞ്ച് വന്നിട്ടുണ്ടാവും ഒരു ആക്ടിവിറ്റീൻ്റെ ഭാഗമായിട്ട്. An activity diagram helps to visualize a certain use case at a more detailed level. അപ്പോൾ യൂസ് കേസിന് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്നത് ആക്ടിവിറ്റി ഡയഗ്രാമാണ്. It is a behavioral diagram that illustrates the flow of activities through a system. It can also be used to depict a flow of events in a business process. ഒരു ബിസിനസ് പ്രോസസ്സിൽ ഇവൻസിൻ്റെ ഫ്ലോ കാണിക്കാൻ വേണ്ടിയിട്ടും ആക്ടിവിറ്റി ഡയഗ്രാം എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് താഴെ പറയുന്നത്. ഐഡൻറ്റിഫൈ കാൻഡിഡേറ്റ് യൂസ് കേസസ് ത്രൂ ദ എക്സാമിനേഷൻ ഓഫ് ബിസിനസ് വർക്ക് ഫ്ലോസ്. ബിസിനസ് വർക്ക് ഫ്ലോസ് എക്സാമിൻ ചെയ്തിട്ട് അതിലുള്ള കാൻഡിഡേറ്റ് യൂസ് കേസസ് ഏതൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഐഡൻറ്റിഫൈ പ്രീ ആൻഡ് പോസ്റ്റ് കണ്ടീഷൻസ് ഫോർ യൂസ് കേസസ്. യൂസ് കേസസിൻ്റെ മുന്നേ ഉള്ള കണ്ടീഷനും ശേഷമുള്ള പോസ്റ്റ് കണ്ടീഷൻസും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മോഡൽ വർക്ക് ഫ്ലോസ് ബിറ്റ്വീൻ ഓർ വിത്തിൻ യൂസ് കേസസ്. യൂസ് കേസസിൻ്റെ ഇടയിലുള്ള വർക്ക് ഫ്ലോസ് മോഡൽ ചെയ്യാൻ. മോഡൽ കോംപ്ലക്സ് വർക്ക് ഫ്ലോസ് ഇൻ ഓപ്പറേഷൻസ് ഓൺ ഒബ്ജക്ട്സിലുള്ള ഓപ്പറേഷൻസിൻ്റെ കോംപ്ലക്സ് ആയിട്ടുള്ള വർക്ക് ഫ്ലോസിനെ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. മോഡൽ ഇൻ ഡീറ്റെയിൽ കോംപ്ലക്സ് ആക്ടിവിറ്റീസ് ഇൻ എ ഹൈ ലെവൽ ആക്ടിവിറ്റി ഡയഗ്രാം. ഡീറ്റെയിൽ ആയിട്ട് കോംപ്ലക്സ് ആക്ടിവിറ്റീനെ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഏതിലൂടെ പറ്റും, ഹൈ ലെവൽ ആക്ടിവിറ്റി ഡയഗ്രത്തിലൂടെ പറ്റും. UML has specified a set of symbols and rules for drawing activity diagram. അപ്പോൾ ആക്ടിവിറ്റി ഡയഗ്രത്തിൽ നമുക്ക് കുറച്ച് സിമ്പിൾസും റൂൾസ് ഉണ്ട് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നൊക്കെ. അപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സിമ്പിൾസും അതിൻ്റെ എക്സ്പ്ലനേഷൻസാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് ആ ഒരു സിമ്പിൾ, ആ റൗണ്ട് സ്റ്റാർട്ട് ഓർ ഇനീഷ്യൽ നോഡ് എന്നാണ് പറയുക. എന്തിനു വേണ്ടിയിട്ടാണ്? യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഓർ ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് ആൻ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റീൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിനെയോ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്. പിന്നെ രണ്ടാമത്തത് ആക്ടിവിറ്റി എന്നുള്ളത് നമ്മൾ ആ ഒരു രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യും. ആക്ടിവിറ്റി അല്ലെങ്കിൽ ആക്ഷൻ സ്റ്റേറ്റ്. യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ പ്രോസസ്സ്. പ്രോസസ്സിന് ആക്ടിവിറ്റീസ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്ടിവിറ്റി എന്നുള്ളൊരു സിമ്പിൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അടുത്ത സിമ്പിൾ യൂസ് ചെയ്യുന്നത് ആക്ഷൻ ആണ്. ആക്ഷൻ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് എക്സിക്യൂട്ടബിൾ സബ് ഏരിയാസ് ഓഫ് ആൻ ആക്ടിവിറ്റി. ആക്ടിവിറ്റിയുടെ ഏതൊക്കെ ഏരിയാസാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് അതിനെ ആക്ഷനിൽ റെപ്രസെൻറ്റ് ചെയ്യും. പിന്നെ കൺട്രോൾ ഫ്ലോ ഓർ എഡ്ജ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ ഫ്ലോ ഓഫ് കൺട്രോൾ ഫ്രം വൺ ആക്ഷൻ ടു അനദർ. ഒരു ആക്ഷനിൽ നിന്ന് മറ്റൊരു ആക്ഷനിലേക്കുള്ള കൺട്രോൾ ഫ്ലോ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സോളിഡ് ലൈന് യൂസ് ചെയ്യുന്നത്. ഡാഷ്ഡ് ലൈന് ഒബ്ജക്റ്റ് ഫ്ലോ ഓർ കൺട്രോൾ എഡ്ജ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ പാത്ത് ഓഫ് ഒബ്ജക്ട്സ് മൂവിങ് ത്രൂ ദ ആക്ടിവിറ്റി. ആക്ടിവിറ്റിയിലൂടെ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളുടെ പാത്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഡാഷ്ഡ് ലൈൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് ആക്ടിവിറ്റി ഫൈനൽ നോഡ് യൂസ്ഡ് ടു മാർക്ക് ദ എൻഡ് ഓഫ് ഓൾ കൺട്രോൾ ഫ്ലോസ് വിത്തിൻ ദ ആക്ടിവിറ്റി. ഈ കൺട്രോൾ ഫ്ലോൻ്റെ എൻഡ് ആയിന് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ടിവിറ്റി ഫൈനൽ നോഡ് യൂസ് ചെയ്യുന്നത്. ഫ്ലോ ഫൈനൽ നോഡ് യൂസ്ഡ് ടു മാർക്ക് ദ എൻഡ് ഓഫ് എ സിംഗിൾ കൺട്രോൾ ഫ്ലോ. സിംഗിൾ കൺട്രോൾ ഫ്ലോൻ്റെ എൻഡ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലോ ഫൈനൽ നോഡ്. പിന്നെ ഡിസിഷൻ നോഡ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് എ കണ്ടീഷണൽ ബ്രാഞ്ച് പോയിന്റ് വിത്ത് വൺ ഇൻപുട്ട് അറ്റ് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്സ്. ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ അതിന് നമ്മൾ ബ്രാഞ്ചിങ് വരും അല്ലേ. അപ്പോൾ ഒരു ഇൻപുട്ടും മൾട്ടിപ്പിൾ ഔട്ട്പുട്ടുകളും വരാം അതിനെ ഡിസിഷൻ നോഡ് എന്നതിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. മെർജ് നോഡ് ഫ്ലോസുകളെ തമ്മിൽ മെർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെർജ് നോഡ് യൂസ് ചെയ്യുന്നത്. അവിടെ സെവറൽ ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടേ ഉണ്ടാവുള്ളൂ. പിന്നെ ഫോർക്ക് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് എ ഫ്ലോ ദാറ്റ് മേ ബ്രാഞ്ച് ഇൻ ടു 2 or more പാരലൽ ഫ്ലോസ്. അതായത് ഒന്നിന്ന് ബ്രാഞ്ച് ചെയ്ത് പോവുക, അതായത് ഫ്ലോസ് ബ്രാഞ്ച് ചെയ്ത് പോവുക, ഒന്നിലേറെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവുക, പാരലൽ ഫ്ലോസ് ഉണ്ടാവുക. അതാണ് ഫോർക്ക് എന്ന് പറയുന്നത്. മെർജ് എന്ന് പറയുന്നത് രണ്ടെണ്ണം ബ്രാഞ്ച് ചെയ്ത് വന്നിട്ട് ഒറ്റൊന്നായിട്ട് പോവുക. യൂസ്ഡ് ടു റെപ്രസെൻറ്റ് എ ഫ്ലോ ദാറ്റ് മേ ബ്രാഞ്ച് ഇൻ ടു 2 or more പാരലൽ ഫ്ലോസ്.
പിന്നെ അടുത്തത് സിഗ്നൽ സെൻഡിങ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ ആക്ഷൻ ഓഫ് സെൻഡിങ് എ സിഗ്നൽ ടു ആൻ ആക്സെപ്റ്റിംഗ് ആക്ടിവിറ്റി. ആരാണോ ഈ ആക്ടിവിറ്റി റിസീവ് ചെയ്യുന്നത് അവരിലേക്കൊരു സിഗ്നൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സിഗ്നൽ സെൻഡിങ്. സിഗ്നൽ റെസിപ്പിയൻറ്റ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദാറ്റ് ദ സിഗ്നൽ ഈസ് റിസീവ്ഡ്. സിഗ്നൽ റിസീവ് ചെയ്തിക്കണേ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിഗ്നൽ റെസിപ്പിയൻറ്റ്. നോട്ട് ഓർ കമൻറ്റ് യൂസ്ഡ് ടു ആഡ് റിലവൻറ്റ് കമൻറ്റ്സ് ടു എലമെൻറ്റ്സ്. ഓരോ എലമെൻറ്റ്സിനും അതിനനുസരിച്ചിട്ടുള്ള കമൻറ്റ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിമ്പലാണ് നോട്ട് ഓർ കമൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം. ഇൻ ആക്ടിവിറ്റി ഡയഗ്രാം സ്വിം ലൈൻസ് ഓൾസോ നോൺ ആസ് പാർട്ടീഷൻസ് ആർ യൂസ്ഡ് ടു ഗ്രൂപ്പ് ലോജിക്കലി റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഇൻ ടു വൺ കോളം ഓർ വൺ റോ. അപ്പോൾ ലോജിക്കലി റിലേറ്റഡ് ആയിട്ട് വരുന്ന ആക്ടിവിറ്റീസിന് ഒറ്റ കോളമോ അല്ലെങ്കിൽ ഒരു റോ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. Each partition is set apart from its neighboring partition by a horizontal or vertical continuous line. അപ്പോൾ ഒരു പാർട്ടീഷൻ മറ്റൊരു പാർട്ടീഷന് സെപ്പറേറ്റ് ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈൻ യൂസ് ചെയ്തിട്ടായിരിക്കും. ഫ്രം ദിസ് സ്റ്റെംസ് ദ ടേം സ്വിം ലൈൻസ് എന്നുള്ളത് നമ്മൾ അതിനാണ് പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പായിട്ട് അതായത് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് ഒരു റോലാണ് ഇടുക, മറ്റേതെന്ന് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈച്ച് പാർട്ടീഷൻ റിസീവ്സ് എ നെയിം. ഓരോ പാർട്ടീഷനും പേരുണ്ടാവും. സ്വിം ലൈൻസ് ക്യാൻ ബി വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടൽ. അത് വെർട്ടിക്കൽ ആവാം ഹൊറിസോണ്ടൽ ആവാം. സ്വിം ലൈൻസ് ആർ യൂസ്ഡ് ടു ആഡ് മോഡുലാരിറ്റി ടു ദ ആക്ടിവിറ്റി ഡയഗ്രാം. ആക്ടിവിറ്റി ഡയഗ്രത്തിലേക്ക് ഒരു മൊഡ്യൂൾസ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സ്വിം ലൈൻസ് യൂസ് ചെയ്യുന്നത്. ദോ ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി ടു യൂസ് സ്വിം ലൈൻസ്, ദേ ആർ റെക്കമെൻഡഡ് ആസ് ദേ യൂഷ്വലി ഗിവ് മോർ ക്ലാരിറ്റി ടു ദ ആക്ടിവിറ്റി ഡയഗ്രാം. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് നിർബന്ധമല്ലെങ്കിലും നമുക്കതിനൊന്നും കൂടെ ക്ലിയർ ആക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും ആക്ടിവിറ്റി ഡയഗ്രത്തിന് ഇങ്ങനെ യൂസ് ചെയ്താൽ. ഇറ്റ് ഈസ് സിമിലർ ടു ക്രിയേറ്റിംഗ് എ ഫംഗ്ഷൻ ഇൻ എ പ്രോഗ്രാം. ഹിയർ ആർ എ ഫ്യൂ ടിപ്സ് യു ക്യാൻ ഫോളോ വെൻ യൂസിങ് സ്വിം ലൈൻസ്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ടിപ്സ് ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ആഡ് സ്വിം ലൈൻസ് ടു ലീനിയർ പ്രോസസ്സസ്. ലീനിയർ പ്രോസസ്സിലേക്ക് സ്വിം ലൈൻസ് ആഡ് ചെയ്യുക. ഇറ്റ് മേക്സ് ഇറ്റ് ഈസി ടു റീഡ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റും. ഡോണ്ട് ആഡ് മോർ ദാൻ 5 സ്വിം ലൈൻസ്. 5 സ്വിം ലൈൻസിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല. അറേഞ്ച് സ്വിം ലൈൻസ് ഇൻ എ ലോജിക്കൽ ഓർഡർ. ഒരു ലോജിക്കുള്ള രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്യുക. In an activity diagram partitioned into swim lines, every activity belongs to exactly one swim line, but transition may cross lines. അപ്പോൾ ഈ swim line നോക്കുക, താഴെ കൊടുത്തിട്ടുള്ളത് ആക്ടർ 1 ആക്ടർ 2 ആക്ടർ 3 കണ്ടില്ലേ? ഇങ്ങനെ വെർട്ടിക്കലി എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അതാണ് swim lines എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഓരോ ആക്ടിവിറ്റിനെയും എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് ലോജിക്കലി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ക്രോസ് ലൈൻസ് ഉണ്ട്, അതായത് ഒന്നിന്ന് മറ്റേതിലേക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് പോകുന്നുണ്ട്, അവിടുന്ന് തേർഡ് പാർട്ടിലേക്ക് പോകുന്നുണ്ട് അല്ലേ? പക്ഷെ നമുക്കിത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഈ രീതിയിലായിരിക്കണം നമ്മൾ സ്വിം ലൈൻസ് കൊടുക്കേണ്ടത്. ഹിയർ ഈസ് ഹൗ ടു ഡ്രോ ആൻ ആക്ടിവിറ്റി ഡയഗ്രാം ഫ്രം ബിഗിനിങ്. അപ്പോൾ ഒരു ആക്ടിവിറ്റി ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത്. ഫിഗർ ഔട്ട് ദ ആക്ഷൻ സ്റ്റെപ്സ് ഫ്രം ദ യൂസ് കേസ്. Here you need to identify the various activities and actions your business process or system is made of. അപ്പോൾ നമ്മൾ ബിസിനസ് പ്രോസസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള വാരിയസ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം. രണ്ടാമത്തെ സ്റ്റെപ്പ് ഐഡൻറ്റിഫൈ ദ ആക്ടേഴ്സ് ഹു ആർ ഇൻവോൾവ്ഡ്. ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആക്ടേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത് എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം. മൂന്നാമത്തെ സ്റ്റെപ്പ് ഫൈൻഡ് എ ഫ്ലോ എമംഗ് ദ ആക്ടിവിറ്റീസ്. ഫിഗർ ഔട്ട് ഇൻ വിച്ച് ഓർഡർ ദ ആക്ഷൻസ് ആർ പ്രൊസസ്ഡ്. ഈ ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ഓർഡർ എന്താണ് എന്നുള്ളത് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യണം. മാർക്ക് ഡൗൺ ദ കണ്ടീഷൻസ് ദാറ്റ് ഹാവ് ടു ബി മെറ്റ് ഇൻ ഓർഡർ ടു ക്യാരി ഔട്ട് certain പ്രോസസ്സസ് വേർ ആക്ഷൻസ് ക്യാൻ ഒക്കർ അറ്റ് സെയിം ടൈം ആൻഡ് വെദർ യു നീഡ് ടു ആഡ് എനി ബ്രാഞ്ചസ് ഇൻ ദ ഡയഗ്രാം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് അതിനെ മാർക്ക് ഔട്ട് ചെയ്യുക, അതിൻ്റെ ഒരു ഓർഡർ നമുക്ക് കിട്ടണം. പിന്നെ അതേപോലെ തന്നെ എവിടേക്കാണ് ബ്രാഞ്ചിങ് വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പിലാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക, സ്വിം ലൈൻസ് ആഡ് ചെയ്യുക. യു ഹാവ് ഓൾറെഡി ഫിഗേർഡ് ഔട്ട് ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഈച്ച് ആക്ഷൻ. ഈ ഓരോ ആക്ഷനും ഉണ്ടാക്കുന്നത് റെസ്പോൺസിബിൾ ആകുന്നത് ആരാണ് എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. നൗ ഇറ്റ് ഈസ് ടൈം ടു അസൈൻ ദം ടു എ സ്വിം ലൈൻ. ഇനി നമ്മളത് സ്വിം ലൈനിലേക്ക് അസൈൻ ചെയ്യണം. ആൻഡ് ഗ്രൂപ്പ് ഈച്ച് ആക്ഷൻ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ അണ്ടർ ദം. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ, അതായത് ആ ഒരു ഹെഡിങ്ങിൻ്റെ അണ്ടറിലായിട്ട് വരുന്ന ആക്ടിവിറ്റീസ് എന്താണോ അതിനൊക്കെ മൊത്തം ഒരു ഗ്രൂപ്പായിട്ട് അങ്ങനെ പാർട്ടീഷൻ ചെയ്ത് പോവുക. അപ്പം നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ആക്ടിവിറ്റി ഡയഗ്രാം ഫോർ എ ടിക്കറ്റ് വെൻഡിങ് മെഷീൻ ഡിസ്ക്രൈബിംഗ് ബിഹേവിയർ ഓഫ് ദ പർച്ചേസ് ടിക്കറ്റ് യൂസ് കേസ്. ആക്ടിവിറ്റി സ്റ്റാർട്ടഡ് ബൈ കമ്മ്യൂണിക്കേറ്റർ ആക്ടർ ഹു നീഡ്സ് ടു ബൈ ടിക്കറ്റ്. അപ്പോൾ ഇതിലുള്ള ആക്ടിവിറ്റി തുടങ്ങിയിട്ടുള്ളത് കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള ആളാണ്. അതാണ് ആ ഒരു റൗണ്ട് കാണിച്ചത്. അത് സ്റ്റാർട്ടിങ് കാണിക്കാനാണല്ലോ.
അയാളാണ് എന്ത് ടിക്കറ്റ് വാങ്ങുന്ന ആൾ. ടിക്കറ്റ് വെൻഡിങ് മെഷീൻ വിൽ റിക്വസ്റ്റ് ട്രിപ്പ് ഇൻഫർമേഷൻ ഫ്രം കമ്മ്യൂട്ടർ. അപ്പോൾ ടിക്കറ്റ് വെൻഡിങ് മെഷീൻ എന്നുള്ളത് വേറൊരു സിം ലൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. അയാൾ എന്ത് ചെയ്യും, ട്രിപ്പ് ഇൻഫർമേഷൻ റിക്വസ്റ്റ് ചെയ്യും കമ്മ്യൂട്ടേറ്ററിൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ ദിസ് ഇൻഫർമേഷൻ വിൽ ഇൻക്ലൂഡ് നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ടിക്കറ്റ്സ്. അതിൽ നമ്പർ ഉണ്ടാവും, ആ ഇൻഫർമേഷനിൽ നമ്പർ ഉണ്ടാവും, അതേപോലെ ആ ടിക്കറ്റിൻ്റെ ടൈപ്പ് ഉണ്ടാവും, വെദർ ഇറ്റ് ഈസ് മന്ത്ലി പാസ്സാണോ അല്ലെങ്കിൽ ആ ഒരു യാത്രക്കുള്ള പാസ്സാണോ എന്നുള്ളതൊക്കെ. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ഡയഗ്രാം വരച്ചിട്ടുള്ളത്. അപ്പോൾ അതിലെന്തൊക്കെ ഉണ്ട്, കമ്മ്യൂട്ടർ, ടിക്കറ്റ് വെൻഡിങ് മെഷീൻ, ബാങ്ക്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, ട്രിപ്പ് ഇൻഫോ റിക്വസ്റ്റ് ചെയ്തു. അതാരാ ചെയ്യുന്നത്, ടിക്കറ്റ് വെൻഡിങ് മെഷീനാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ കമ്മ്യൂട്ടർ ട്രിപ്പ് ഇൻഫോ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ടിക്കറ്റ് വെൻഡിങ് മെഷീൻ എന്ത് ചെയ്യണം, അതിനെ പ്രോസസ്സ് ചെയ്യണം. റിക്വസ്റ്റ് പേയ്മെൻറ്റ് ചോദിക്കണം. അപ്പോൾ ആര് പേയ്മെൻറ്റ് കൊടുക്കണം, കമ്മ്യൂട്ടർ പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ വീണ്ടും പുറത്തേക്ക് വരും. പിന്നെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ആ പേയ്മെൻറ്റിനെ പ്രോസസ്സ് ചെയ്യണം. അവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കാർഡ് വെച്ചിട്ടാണ് പേയ്മെൻറ്റ് എന്നുണ്ടെങ്കിൽ അത് ബാങ്കിൻ്റെ ഓതറൈസേഷൻ വരണം. അല്ല വിത്ത് ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ നേരെ ഡിസ്പെൻസ് ടിക്കറ്റ് അത് തീരുമാനമാക്കിയിട്ട് എന്ത് ചെയ്യണം, ടിക്കറ്റ് അയാൾക്ക് കൊടുക്കണം. അല്ല അയാൾക്ക് യാത്രക്ക് അനുമതി കിട്ടിയിട്ടുണ്ട് എന്നുള്ള പ്രൂഫ് അതാണല്ലോ, അത് വരണം. ആ ടിക്കറ്റ് കൊടുക്കുകയാണ് കാണിച്ചിട്ടുള്ളത്. ഗെറ്റ് ടിക്കറ്റ്, കമ്പ്യൂട്ടർക്ക് ടിക്കറ്റ് കൊടുത്തു. അയാൾ എന്ത് ചെയ്തു, പെയ്ഡ് വിത്ത് ക്യാഷ് ആൻഡ് വിത്ത് ചേഞ്ച്. പിന്നെ എന്ത് ചെയ്തു, ഡിസ്പെൻസ് ചേഞ്ച് അതായത് ചേഞ്ച് കൊടുക്കൂലേ, ക്യാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കി കൊടുക്കുക വാങ്ങുക, ആ ഒരു കാര്യമാണ് അവിടെ താഴെ കാണിച്ചിട്ടുള്ളത്. ഗെറ്റ് ചേഞ്ച്. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഷോ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ലാസ്റ്റ് അത് എൻഡ് ചെയ്തതാണ് ആ ഒരു സർക്കിളിൽ കാണിച്ചത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ആക്ടിവിറ്റി ഡയഗ്രാം വരയ്ക്കുക. Based on the provided trip info, ticket vending machine will calculate payment due and request payment options. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ഡ്യൂവും അതേപോലെ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇയാൾ കാൽക്കുലേറ്റ് ചെയ്യും. ദോസ് ഓപ്ഷൻസ് ഇൻക്ലൂഡ് പേയ്മെൻറ്റ് ബൈ ക്യാഷ് ആണോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ആണോ എന്നുള്ളതൊക്കെ അവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ അത് കാർഡാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ബാങ്ക് വിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ആക്ടിവിറ്റി ഫോർ ഓതറൈസേഷന് വേണ്ടിയിട്ട് ബാങ്ക് ഈ ഒരു ആക്ടിവിറ്റിയിൽ എന്ത് ചെയ്യും, പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി ഡയഗ്രത്തിൽ വരുന്നത്. അടുത്തത് വരുന്നത് സ്റ്റേറ്റ് മെഷീൻ ഡയഗ്രമാണ്. ദ ബിഹേവിയർ ഓഫ് ആൻ എൻറ്റിറ്റി ഈസ് നോട്ട് ഓൺലി എ ഡയറക്റ്റ് കോൺസിക്വൻസ് ഓഫ് ഇറ്റ്സ് ഇൻപുട്ട് ബട്ട് ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് പ്രിസീഡിങ് സ്റ്റേറ്റ്. അപ്പോൾ ഒരു എൻറ്റിറ്റിയുടെ ബിഹേവിയർ എന്ന് പറയുന്നത് അതിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ട് മാത്രമല്ല, അതിൻ്റെ സ്റ്റേറ്റിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. The past history of an entity can best be modeled by a finite state machine diagram or traditionally called automata. പഠിച്ചിട്ടുണ്ടാവും നമ്മളൊരു ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു സ്റ്റേറ്റ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, സ്റ്റേറ്റ് മെഷീൻ ഡയഗ്രാമോ അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റയോ യൂസ് ചെയ്യാൻ പറ്റും. UML state machine diagrams, or sometimes referred to as state diagram, state machine or state chart, show the sequence of states an entity undergoes during its lifetime in response to events together with response to those events. അപ്പോൾ ഇവിടെ ഈ ഒരു ഡയഗ്രത്തിലൂടെ നമ്മൾ കാണിക്കുന്നത് ഒരു എൻറ്റിറ്റിക്ക് എന്തെല്ലാം സ്റ്റേറ്റ് ചേഞ്ചുകളാണ് വരുന്നത്. ഒരുപാട് ഇവൻറ്റ്സ് ഇങ്ങനെ നടക്കില്ല, അപ്പോൾ അതിലൊക്കെ എന്തെല്ലാം സ്റ്റേറ്റുകളാണ് അതിൻ്റെ ഒരു ലൈഫ് ടൈമിൽ വരുന്നത്, ചേഞ്ചസ് ആണ് വരുന്നത് എന്ന് നമ്മൾ ഈ ഒരു ഡയഗ്രത്തിലൂടെ കാണിക്കുകയാണ്. The state of an entity is a condition or situation during the life of an entity during which it is satisfies one condition, performs some activity or waits for some event. അപ്പോൾ ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയോ ചെയ്താൽ ആ ഒരു എൻറ്റിറ്റിൻ്റെ സ്റ്റേറ്റിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടാവും. അത് നമുക്ക് ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. Though the state machine diagrams can be applied to any entity such as actors, use cases, methods, subsystems, systems, etc. that has behavior to other entities, objects, they are typically used to describe state dependent behavior of an object. അപ്പോൾ ഈ പറഞ്ഞതിലൊക്കെ നമുക്ക് ഈ ഒരു ഡയഗ്രാം യൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ മെയിനായിട്ട് അത് യൂസ് ചെയ്യുന്നത് എവിടെയാണ്, ഒരു ഒബ്ജക്റ്റിൻ്റെ ബിഹേവിയർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. An object responds differently to same event depending on what state it is in. For example, consider you have 1 lakh in a bank account. The behavior of the withdraw function would be, അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ ഇത്രയും എമൗണ്ട് ഉണ്ട്, അപ്പോൾ അതിൻ്റെ വിഡ്രോ ചെയ്യുന്ന ഫംഗ്ഷനിൽ എങ്ങനെയായിരിക്കും, ബാലൻസ് ഈക്വൽ ടു ബാലൻസ് മൈനസ് വിഡ്രോ എമൗണ്ട്. അപ്പോൾ എത്രയാണോ നമ്മൾ വിഡ്രോ ചെയ്തത് അത് നമ്മൾ ടോട്ടൽ ബാലൻസിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ബാലൻസ് കിട്ടും. പ്രൊവൈഡഡ്
ദാറ്റ് ദ ബാലൻസ് ആഫ്റ്റർ ദ വിഡ്രോവൽ ഈസ് നോട്ട് ലെസ് ദാൻ 0. അപ്പോൾ നമ്മൾ വിഡ്രോ ചെയ്തത് ഫുള്ളായിട്ട് വിഡ്രോ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അതിൽ സീറോ അല്ല, അതായത് അതിലേറെ എമൗണ്ട് അതിലുണ്ട് എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. മാക്സിമം പോവുക 0 വരെ അല്ലേ, അതിൻ്റെയും താഴേക്ക് പോകില്ലല്ലോ. ദിസ് ഈസ് ട്രൂ റിഗാർഡ്ലെസ് ഓഫ് ഹൗ മെനി ടൈംസ് യു ഹാവ് വിഡ്രോവൻ മണി ഫ്രം ദ ബാങ്ക്. അപ്പോൾ അതായത് എത്ര പ്രാവശ്യം നമ്മൾ ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻ്റ് ചെയ്യാം. ഇൻ സച്ച് സിറ്റുവേഷൻസ് ദ വിഡ്രോവൽസ് ഡു നോട്ട് അഫക്റ്റ് ദ അബ്സ്ട്രാക്ഷൻ ഓഫ് ദ ആട്രിബ്യൂട്ട് വാല്യൂസ് ആൻഡ് ഹെൻസ് ദ ഗ്രോസ് ബിഹേവിയർ ഓഫ് ദ ഒബ്ജക്റ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റേജുകളിൽ അതായത് ഇപ്പോൾ കുറേശ്ശെയുള്ള വിഡ്രോവലിന് പറഞ്ഞാൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നില്ല അല്ലേ, വലിയൊരു ചേഞ്ച് വരുത്തുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ചേഞ്ച് വരുത്തുക എന്ന് പറഞ്ഞാൽ ആ രീതിക്കുള്ള ഒരു വിഡ്രോവൽ നടക്കണം, അപ്പോഴാണ് അത്രയും വലിയൊരു ചേഞ്ച് വരുത്തുക. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അൺചേഞ്ച് ആയിട്ട് നിൽക്കുന്ന പോലെയാണ് ഉണ്ടാവുക. ഹൗവർ ഇഫ് ദ അക്കൗണ്ട് ബാലൻസ് വുഡ് ബിക്കം നെഗറ്റീവ് ആഫ്റ്റർ എ വിഡ്രോവൽ. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് വിഡ്രോ ചെയ്തു എന്ന് വിചാരിക്കുക, അതായത് അപ് ടു 0 വരെ പോവുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് പോവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കേസ് വന്നാൽ ദ ബിഹേവിയർ ഓഫ് ദ വിഡ്രോവൽ ഫംഗ്ഷൻ വുഡ് ബി ക്വൈറ്റ് ഡിഫറെൻറ്റ്. പിന്നെ നമ്മൾ വിചാരിച്ച രീതിയിലായിരിക്കും നമ്മൾ ഒബ്ജക്റ്റ് ബിഹേവ് ചെയ്യുക അല്ലല്ലോ, കാരണം 0ൻ്റെ താഴേക്ക് പോയാൽ പിന്നെ നമുക്ക് വേറെ കുറേ പ്രശ്നങ്ങൾ വരും. ദിസ് ഈസ് ബിക്കോസ് ദ സ്റ്റേറ്റ് ഓഫ് ദ ബാങ്ക് അക്കൗണ്ട് ഈസ് ചേഞ്ച്ഡ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. അത് എന്തുകൊണ്ടാണ്, ഈ ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ് പോസിറ്റീവ് എന്നതിൽ നിന്ന് നെഗറ്റീവിലേക്ക് മാറി. ഇൻ ടെക്നിക്കൽ ടെക്നോളജി എ ട്രാൻസിഷൻ ഫ്രം ദ പോസിറ്റീവ് സ്റ്റേറ്റ് ടു ദ നെഗറ്റീവ് സ്റ്റേറ്റ് ഈസ് ഫിക്സ്ഡ്. യു ക്യാൻ ഇൻക്ലൂഡ് മെനി ഡിഫറെൻറ്റ് ഷേപ്സ് ഇൻ സ്റ്റേറ്റ് ഡയഗ്രാം. സ്റ്റേറ്റ് ഡയഗ്രത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡയഗ്രത്തിൻ്റെയൊക്കെ പോലെ ഡിഫറെൻറ്റ് ഷേപ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പെർട്ടിക്കുലർലി ഇഫ് യു ചൂസ് ടു കമ്പൈൻ ഇറ്റ് വിത്ത് അനദർ ഡയഗ്രാം. ദ ഫോളോയിങ് ലിസ്റ്റ് സമ്മറൈസ് ദ മോസ്റ്റ് കോമൺ ഷേപ്സ് യു മേ എൻകൗണ്ടർ. അപ്പം ഇനി താഴെ പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഡയഗ്രത്തിൽ യൂസ് ചെയ്യുന്ന എന്താണ് സിമ്പിൾസ് ആണ്. സ്റ്റേറ്റ്സ്, ആദ്യം സ്റ്റേറ്റ്സ് ആണ്. എ സ്റ്റേറ്റ് ഈസ് എ കണ്ടീഷൻ ഓർ സിറ്റുവേഷൻ ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് ആൻ ഒബ്ജക്ട് ഡ്യൂറിങ് വിച്ച് ഇറ്റ് സാറ്റിസ്ഫൈസ് വൺ കണ്ടീഷൻ, പെർഫോം സം ആക്ടിവിറ്റി ഓർ വെയിറ്റ്സ് ഫോർ സം ഇവൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, എന്തെങ്കിലും ഒരു ഇവൻറ്റിന് കാത്തു നിൽക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി പെർഫോം ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയോ ആയിട്ട് വന്നാൽ ആ ഒബ്ജക്റ്റിന് എന്ത് വരും, അതിൻ്റെ സ്റ്റേറ്റിലൊരു ചേഞ്ച് വരും. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആൻ ഒബ്ജക്റ്റ് റിമെയിൻസ് ഇൻ എ സ്റ്റേറ്റ് ഫോർ എ ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ടൈം. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് ആ ഒരു സ്റ്റേറ്റിൽ ചിലപ്പോൾ ഇത്ര ടൈം അതിങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഇത്ര ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്റ്റേജ് വന്നാൽ അപ്പോൾ ആ ഒരു ഇതിൽ നിൽക്കൂലേ, അതേപോലെ. അപ്പോൾ ഒരു ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ടൈമിൽ എന്ത് ചെയ്യും, ആ ഒരു ഒബ്ജക്റ്റ് ആ ഒരു സ്റ്റേറ്റിൽ തന്നെ റിമെയിൻ ചെയ്യും. സ്റ്റേറ്റ് ഹാസ് സെവറൽ പാർട്സ്. സ്റ്റേറ്റിന് ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട്. ഏതൊക്കെയാണ്, ഒന്ന് നെയിം, എ ടെക്സ്റ്റൽ സ്ട്രിങ് വിച്ച് ഡിസ്റ്റിംഗ്വിഷ് വൺ സ്റ്റേറ്റ് ഫ്രം അനദർ. അതൊരു സ്ട്രിങ് ആണ്, ഒരു സ്റ്റേറ്റിനെ മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എൻട്രി ഓർ എക്സിറ്റ് ആക്ഷൻസ് എക്സിക്യൂട്ടഡ് ഓൺ എൻറ്ററിങ് ആൻഡ് എക്സിറ്റിംഗ് ദ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴും എക്സിറ്റ് ചെയ്യുമ്പോഴും എക്സിക്യൂട്ട് ചെയ്യുന്ന ആക്ഷൻസ് ആണത്. ഇൻറ്റേർണൽ ട്രാൻസിഷൻസ് ദാറ്റ് ആർ ഹാൻഡിൽഡ് വിത്തൗട്ട് കോസിങ് എ ചേഞ്ച് ഇൻ സ്റ്റേറ്റ്. സ്റ്റേറ്റിലൊരു ചേഞ്ചും വരുത്താതെ നടത്തുന്ന ചേഞ്ചുകൾ, അതായത് ട്രാൻസാക്ഷൻസ് ആണ് ഇൻറ്റേർണൽ ട്രാൻസിഷൻസ് എന്ന് പറയുന്നത്. സബ്സ്റ്റേറ്റ്സ്, ഒരു സ്റ്റേറ്റിൻ്റെ നെസ്റ്റഡ് സ്റ്റേറ്റ്സ്, ദ നെസ്റ്റഡ് സ്ട്രക്ചർ ഓഫ് എ സ്റ്റേറ്റ്, അതാണ് എന്ത് സബ്സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഡിഫേർഡ് ഇവൻറ്റ്സ്, എ ലിസ്റ്റ് ഓഫ് ഇവൻറ്റ്സ് ദാറ്റ് ആർ നോട്ട് ഹാൻഡിൽഡ് ഇൻ ദാറ്റ് സ്റ്റേറ്റ് ബട്ട് ആർ പോസ്റ്റ്പോൺഡ് ഓർ ക്യൂഡ് ഫോർ ഹാൻഡ്ലിംഗ് ബൈ ദ ഒബ്ജക്റ്റ് ഇൻ അനദർ സ്റ്റേറ്റ്. ഡിഫേർഡ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റിൻ്റെ ഈ ഒരു ഇവൻറ്റിൽ ഈ പറഞ്ഞിട്ടുള്ള ഇവൻറ്റ്സ് എന്ത് ചെയ്യുന്നില്ല, എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒബ്ജക്റ്റ് വേറൊരു സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ പറഞ്ഞിട്ടുള്ള ഇവൻറ്റ്സിനൊക്കെ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനെ ക്യൂ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഇവൻറ്റ്സിനെയാണ് ഡിഫേർഡ് ഇവൻറ്റ്സ് എന്ന് പറയാം. എ സ്റ്റേറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് എ റെക്റ്റാങ്കിൾ വിത്ത് റൗണ്ടഡ് കോർണേഴ്സ് ആസ് ഷോൺ ബിലോ. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കിൾ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റേറ്റുകളെ റെപ്രസെൻ്റ് ചെയ്യുക. അതിന് റൗണ്ട്, അതായത് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഷാർപ്പ് എൻഡ് അല്ല, റൗണ്ട് കോർണേഴ്സ് ആണുള്ളത്. അപ്പോൾ അവിടെ ഐഡിയൽ, റണ്ണിങ് കണ്ടിട്ടുണ്ടാവും. ഐഡിയൽ സ്റ്റേറ്റ് ആണ്, റണ്ണിങ് സ്റ്റേറ്റ് ആണ് എന്നൊക്കെ പറയാനില്ലേ, അതാണ് നമ്മളവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഇനീഷ്യൽ സ്റ്റേറ്റ്, പിന്നെ നെയിം, സ്റ്റേറ്റ്, അതിൻ്റെ പ്രോസസ്സുകൾ കൊടുത്തിട്ടുണ്ട്. കീ പ്രസ്, ഫിനിഷ്ഡ്. കീ പ്രസ് ചെയ്തപ്പോൾ അത് ഐഡിയൽ നിന്ന് റണ്ണിങ് സ്റ്റേറ്റിലേക്ക് പോയി. റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് അത് ഫിനിഷ് ചെയ്താൽ വീണ്ടും ഐഡിയൽ സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്. ഷട്ട് ഡൗൺ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. ഫൈനൽ സ്റ്റേറ്റ് കാണിച്ചിട്ടുണ്ട്. നെയിം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം ഓരോന്നും എന്താണെന്നുള്ളത്. അപ്പോൾ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്സ് എന്താണ്, ആസ് വി ക്യാൻ സീ ഫ്രം ഫിഗർ 3.48 അവിടെ ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും കാണുന്നില്ലേ.
there are two special states that may be defined for an object state machine. ഒരു ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ് മെഷീനിന് ഡിഫൈൻ ചെയ്തിട്ടുള്ള രണ്ട് സ്പെഷ്യൽ സ്റ്റേറ്റുകളാണ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ദ ഇനീഷ്യൽ സ്റ്റേറ്റ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ ഡിഫോൾട്ട് സ്റ്റാർട്ടിംഗ് പ്ലേസ് ഓഫ് കൺട്രോൾ ഫോർ ദ സ്റ്റേറ്റ് മെഷീൻ ഓർ സബ് സ്റ്റേറ്റ്. അപ്പോൾ അവിടെയാണ് എന്ത് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേറ്റ്. ഒരു ഫിൽഡ് ബ്ലാക്ക് സർക്കിൾ ആയിട്ടാണ് അത് കാണിക്കുന്നത്. അതാണ് തുടക്കം, ആ ഫിൽഡ് ബ്ലാക്ക് സർക്കിൾ ഇനീഷ്യൽ സ്റ്റേറ്റ്. സെക്കൻഡ് ദ ഫൈനൽ സ്റ്റേറ്റ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ എക്സിക്യൂഷൻ ഓഫ് ദ സ്റ്റേറ്റ് മെഷീൻ ഓർ ദ എൻക്ലോസിംഗ് സ്റ്റേറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ്. കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ആണ് ഫൈനൽ സ്റ്റേറ്റിൽ കാണിച്ചിട്ടുള്ളത്. അതിനെ നമ്മൾ ഒരു ഫിൽഡ് ബ്ലാക്ക് സർക്കിൾ എൻക്ലോസ്ഡിനെ ഹോളോ സർക്കിൾ ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് കാണിച്ചിട്ടുള്ളത്. ആ ഫൈനൽ സ്റ്റേറ്റ് നോക്കിയാൽ അറിയാം. പിന്നെ അടുത്തത് ട്രാൻസിഷൻസ് ആണ്. എ ട്രാൻസിഷൻ ഈസ് യൂഷ്വലി വിഷ്വലി റെപ്രസെൻറ്റഡ് ആസ് എ സോളിഡ് ഡയറക്റ്റഡ് ലൈൻ ഫ്രം ദ സോഴ്സ് സ്റ്റേറ്റ് ടു ദി ടാർഗറ്റ് സ്റ്റേറ്റ്. സോഴ്സ് സ്റ്റേറ്റിൽ നിന്ന് ടാർഗറ്റ് സ്റ്റേറ്റിലേക്ക് സോളിഡ് ലൈൻസ് ആയിട്ടാണ് ട്രാൻസിഷൻസ് കാണിച്ചിട്ടുള്ളത്. എ സെൽഫ് ട്രാൻസിഷൻ ഈസ് എ ട്രാൻസിഷൻ ഹൂസ് സോഴ്സ് ആൻഡ് ടാർഗറ്റ് സ്റ്റേറ്റ്സ് ആർ ദി സെയിം. സോഴ്സും ടാർഗറ്റ് സ്റ്റേറ്റ്സും സെയിം ആണെന്നുണ്ടെങ്കിൽ അതിനെ സെൽഫ് ട്രാൻസിഷൻ എന്നാണ് പറയുക. ട്രാൻസിഷൻ ലൈൻസ് ഡിപ്പിക്ട് ദ മൂവ്മെൻറ്റ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യുക, അതാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. Each transition line is labeled with the event that causes the transition. A transition is a relationship between two states indicating that an object in one state will perform certain actions and enter another state when a specified event occurs and specified conditions are satisfied. അപ്പോൾ ട്രാൻസിഷനിലൂടെ എന്താ കാണിക്കുന്നത്? രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ് അതിൻ്റെ certain ആക്ഷൻസ് ഒക്കെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു സ്റ്റേറ്റിലേക്ക് കയറും. അവിടെ പിന്നെ അതിനനുസരിച്ചുള്ള സ്പെസിഫൈഡ് ഇവൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യും? പെർഫോം ചെയ്യും. അപ്പോൾ ട്രാൻസിഷൻസിന് 5 പാർട്സ് ആണ് ഉള്ളത്. ഒന്ന് സോഴ്സ് സ്റ്റേറ്റ്, ദ സ്റ്റേറ്റ് അഫക്റ്റഡ് ബൈ ദ ട്രാൻസിഷൻ. ട്രാൻസിഷൻ കാരണം വന്ന ചേഞ്ചാണ് സോഴ്സ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവൻറ്റ് ട്രിഗർ, ദ ഇവൻറ്റ് ഹൂസ് റിസപ്ഷൻ ചേഞ്ചസ് ദ സ്റ്റേറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഒരു ഇവൻറ്റിലൂടെ ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റിന് ചേഞ്ച് വരാം. ഗോഡ് കണ്ടീഷൻ, എ ബൂളിയൻ എക്സ്പ്രഷൻ വിച്ച് ഈസ് ഇവാലുവേറ്റഡ് വെൻ ദ ട്രാൻസിഷൻ ഈസ് ട്രിഗേർഡ്. ഒരു ട്രാൻസിഷൻ വരുമ്പോൾ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ എന്ത് ചെയ്യുന്നുണ്ടാവാം? ചിലപ്പോൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവും. അതാണ് ഗോഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ആക്ഷൻ, ആൻ എക്സിക്യൂട്ടബിൾ അറ്റോമിക് കമ്പ്യൂട്ടേഷൻ ദാറ്റ് ഈസ് പെർഫോംഡ് ഓർ ബൈ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിലോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റോ ഒരു എക്സിക്യൂട്ടബിൾ കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നതിനെയാണ് ആക്ഷൻ എന്ന് പറയുക. ടാർഗറ്റ് സ്റ്റേറ്റ്, ദ സ്റ്റേറ്റ് ദാറ്റ് ഈസ് ആക്റ്റീവ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ ട്രാൻസിഷൻ. ട്രാൻസിഷന് ശേഷം ആക്റ്റീവായി നിൽക്കുന്ന സ്റ്റേറ്റ് ഏതാണ്? അതാണ് ടാർഗറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ട്രാൻസിഷൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ഒക്കർ ആസ് ഫോളോസ്. അപ്പോൾ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ട്രാൻസിഷൻ നടക്കുന്നത് ഈ രീതിയിലായിരിക്കും. ആൻ എലമെൻറ്റ് ഈസ് ഇൻ എ സോഴ്സ് സ്റ്റേറ്റ്, ഒരു എലമെൻറ്റ് സോഴ്സ് സ്റ്റേറ്റിലായിരിക്കാം. ആൻ ഇവൻറ്റ് ഒക്കേഴ്സ്, ഒരു ഇവൻറ്റ് വന്നാൽ. ആൻ ആക്ഷൻ ഈസ് പെർഫോംഡ്, ഒരു ആക്ഷൻ പെർഫോം ചെയ്താൽ. ദ എലമെൻറ്റ് എൻറ്റേഴ്സ് എ ടാർഗറ്റ് സ്റ്റേറ്റ്, പിന്നെ അതൊരു ടാർഗറ്റ് സ്റ്റേറ്റിലേക്ക് കയറാം. എ ട്രാൻസിഷൻ വിത്തൗട്ട് ആൻ ഇവൻറ്റ് ആൻഡ് ആൻ ആക്ഷൻ ഈസ് നോൺ ആസ് ഓട്ടോമാറ്റിക് ട്രാൻസിഷൻസ്. ഒരു ഇവൻറ്റോ അല്ലെങ്കിൽ ഒരു ആക്ഷനോ ഇല്ലാത്ത ട്രാൻസിഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഓട്ടോമാറ്റിക് ട്രാൻസിഷൻസ് എന്നാണ് പറയുക. ഒരു സ്റ്റേറ്റ് മെഷീൻ ഡയഗ്രാമാണ് അവിടെ താഴെ കാണിച്ചിട്ടുള്ളത്. അവിടെ എന്തൊക്കെയുണ്ട്? ഇനീഷ്യൽ സ്റ്റേറ്റ് ഒന്നും ഇതിൽ തിരഞ്ഞിട്ട് തന്നെ കാണില്ല. അപ്പോൾ നോക്കാം. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒരു ഡാർക്ക് സർക്കിളായിട്ട് കാണിച്ചിട്ട് കണ്ടിട്ടില്ല. അവിടെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് എഴുതിയിട്ടില്ല. അവിടെ തുടങ്ങും. പിന്നെ ഐഡിയൽ സ്റ്റേറ്റിൽ ആ ഒരു സ്റ്റേറ്റിൽ തന്നെ ലൂപ്പ് ചെയ്യുന്നതാണ്. അവിടെ തന്നെ റൗണ്ട് ഇട്ടിട്ട് ആരോ മാർക്ക് കാണിച്ചിട്ടുള്ളത് ഐഡിയലിലേക്ക് തന്നെ. അതിനാണ് സെൽഫ് ട്രാൻസിഷൻ എന്ന് പറയുക. പിന്നെ നോയ്സ്, എന്തോ ഒരു ഇവൻറ്റ് വന്നു, ഒരു നോയ്സ് വന്നപ്പോൾ അതെന്തായി? സെർച്ചിങ് എന്നതിലേക്ക് പോയി സ്റ്റേറ്റിലേക്ക് മാറി. പിന്നെ എന്തോ ഒരു ഇവൻറ്റ്, വേറൊരു ഇവൻറ്റ് ട്രിഗർനെസ് ട്രാൻസിഷൻ വന്നപ്പോൾ അവിടെ എൻഗേജിങ് എന്നതിലേക്ക് പോയി. അവിടുന്ന് ട്രാക്കിങ്ങിലേക്ക് പോകുന്നുണ്ട്. പിന്നെ അതേപോലെ ഐഡിയൽ സ്റ്റേറ്റിൽ നിന്ന് ട്രാക്കിങ്ങിലേക്ക് പോകാൻ പറ്റും. അതേപോലെ ട്രാക്കിങ്ങിൽ നിന്ന് കോണ്ടാക്റ്റ് എന്നുള്ള ഒരു ഇവൻറ്റ് വന്നപ്പോൾ എൻഗേജിങ് എന്നുള്ളതിലേക്ക് പോയി അവിടുന്ന് ഫൈനൽ സ്റ്റേറ്റിലേക്കും പോവാം. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് കാണിച്ചിട്ടുണ്ട്. ടൈം ഇവൻറ്റ്, സിഗ്നൽ സെൻഡ് ചെയ്യുന്നത്, അങ്ങനെ ഓരോന്ന് കാണിച്ചിട്ടുണ്ട്. ട്രിഗർ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സ്റ്റേറ്റ് മെഷീൻ ഡയഗ്രാം വരയ്ക്കുക. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള ഇവൻറ്റ് ട്രിഗർ, ഗോഡ് കണ്ടീഷൻ, അതിനെയൊക്കെ കുറിച്ച് ഒന്നും കൂടെ നമുക്ക് പറയാം. അപ്പോൾ ഇവൻറ്റ് ട്രിഗർ എന്ന് പറഞ്ഞാൽ ആൻ ഇവൻറ്റ് ഈസ് ആൻ ഒക്കറൻസ് ഓഫ് സ്റ്റിമുലസ് ദാറ്റ് ട്രിഗേഴ്സ് എ ട്രാൻസിഷൻ. ഒരു ട്രാൻസിഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഇവൻറ്റിനെയാണ് നമ്മൾ ഇവൻറ്റ് ട്രിഗർ, അതായത് അതിനങ്ങോട്ട് ഇൻവോക്ക് ചെയ്യുക, അതിനെയാണ് ഇവൻറ്റ് ട്രിഗർ എന്ന് പറയുക. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയാം. ദ പ്ലേ ബട്ടൺ മേക്സ് ദ മ്യൂസിക് പ്ലെയർ ടു ചേഞ്ച് ഫ്രം ഐഡിയൽ സ്റ്റേറ്റ് ടു പ്ലേയിങ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു മ്യൂസിക് പ്ലെയർ എടുത്തിട്ട് അതിൽ പ്ലേ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അതുവരെ ആ മ്യൂസിക് പ്ലെയർ എന്ത് ചെയ്യുന്നു? ഐഡിയലായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ പ്ലേ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ എന്തായി? അത് പ്ലേയിങ് എന്നുള്ളതിലേക്ക് മാറി. അപ്പോൾ അതെന്താണ്? ഒരു ഇവൻറ്റ് ട്രിഗറാണ്.
ആൻ ഇവൻറ്റ് സിഗ്നേച്ചർ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇവൻറ്റിന് സിഗ്നേച്ചറിനെ നമ്മൾ എഴുതുക. ഇവൻറ്റ് നെയിം, കോമ, സെപ്പറേറ്റഡ് പാരാമീറ്റർ, ലിസ്റ്റ്, ഈ ഒരു രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. പിന്നെ ഗോഡ് കണ്ടീഷനാണ്. എ ഗോഡ് കണ്ടീഷൻ ഈസ് റെൻഡേഡ് ആസ് ബൂളിയൻ എക്സ്പ്രഷൻ എൻക്ലോസ്ഡ് ഇൻ സ്ക്വയർ ബ്രാക്കറ്റ്സ് ആൻഡ് പ്ലേസ്ഡ് ആഫ്റ്റർ ദ ട്രിഗർ ഇവൻറ്റ്. സ്ക്വയർ ബ്രാക്കറ്റ്സിൽ നമ്മൾ എൻക്ലോസ് ചെയ്തിട്ടുള്ള ബൂളിയൻ എക്സ്പ്രഷനാണ്. ട്രിഗർ ഇവൻറ്റിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് നമ്മളിതിന് എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. എ ഗോഡ് കണ്ടീഷൻ ഈസ് ഇവാലുവേറ്റഡ് ഓൺലി ആഫ്റ്റർ ദ ട്രിഗർ ഇവൻറ്റ് ഫോർ ഇറ്റ്സ് ട്രാൻസിഷൻ ഒക്കേഴ്സ്. അപ്പോൾ ആ ട്രാൻസിഷൻ നടക്കാനുള്ള ട്രിഗർ ഇവൻറ്റ് വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ ഒരു ഗോഡ് കണ്ടീഷൻ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. പിന്നെ ആക്ഷൻ ആണ് അടുത്തത്. ആൻ ആക്ഷൻ ഈസ് ആൻ എക്സിക്യൂട്ടബിൾ അറ്റോമിക് കമ്പ്യൂട്ടേഷൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ആക്ഷൻസിൽ എന്തൊക്കെ വരാം, മേ ബി മെത്തേഡ് കോൾ, സിഗ്നൽസ് ഓർ ക്രിയേഷൻ ഓഫ് ഒബ്ജക്ട്സ് ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. എക്സിറ്റ് പോയിന്റ് നമ്മൾ അത് നേരത്തെ പറഞ്ഞു. ദ പോയിന്റ് അറ്റ് വിച്ച് ആൻ ഒബ്ജക്റ്റ് എസ്കേപ്സ് ദ കോമ്പോസിറ്റ് സ്റ്റേറ്റ് ഓർ സ്റ്റേറ്റ് മെഷീൻ ഡിനോട്ടഡ് ബൈ ഈ ഒരു സർക്കിൾ വെച്ചിട്ടാണ്. എ സർക്കിൾ വിത്ത് ആൻ എക്സ് ത്രൂ ഇറ്റ്. The exit point is typically used if the process is not completed but has to be escaped from some error or other issues. അപ്പോൾ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഇതിനെന്ത് ചെയ്യണം, പുറത്തേക്ക് വരണം, നിർത്തണം എന്നുള്ളൊരു സ്റ്റേജ് വരികയാണ് വല്ല എററോ എന്തെങ്കിലും കാരണത്താൽ. അപ്പോൾ അവിടെ നമ്മൾ എക്സിറ്റ് പോയിന്റിലൂടെ എക്സ് എന്നുള്ള രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യും. പിന്നെ കോമ്പോസിറ്റ് സ്റ്റേറ്റ് ആണ്. എ സിമ്പിൾ സ്റ്റേറ്റ് ഈസ് വൺ വിച്ച് ഹാസ് നോ സബ്സ്ട്രക്ചർ. ഒരു പ്രത്യേക സബ്സ്ട്രക്ചർ ഇല്ലാത്തതാണ്, സബ്സ്ട്രക്ചേഴ്സ് ഇല്ലാത്തതാണ് എന്ത്, സിമ്പിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എ സ്റ്റേറ്റ് വിച്ച് ഹാസ് സബ്സ്റ്റേറ്റ്സ്, അതായത് നെസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയും, കോമ്പോസിറ്റ് സ്റ്റേറ്റ് എന്ന് പറയും. സബ്സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ മേ ബി നെസ്റ്റഡ് ടു എനി ലെവൽ, ഏത് ലെവലിലേക്കും നെസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഉണ്ടാവും. എ നെസ്റ്റഡ് സ്റ്റേറ്റ് മെഷീൻ മേ ഹാവ് അറ്റ്മോസ്റ്റ് വൺ ഇനീഷ്യൽ സ്റ്റേറ്റ് ആൻഡ് വൺ ഫൈനൽ സ്റ്റേറ്റ്. Substates used to simplify complex flat state machines by showing that some states are only possible within a particular context. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റേറ്റ് മെഷീൻസിനെ നമുക്ക് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. കൺസിഡർ എ യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് ഡയഗ്രാം. ദിസ് സ്റ്റേറ്റ് ഡയഗ്രാം ഷോസ് ദ പ്രോസസ് ഓഫ് എൻറോൾമെൻറ്റ് ആൻഡ് ക്ലാസസ് അറ്റ് എ യൂണിവേഴ്സിറ്റി. ദ കോമ്പോസിറ്റ് സ്റ്റേറ്റ് എൻറോൾമെൻറ്റ് ഈസ് മെയ്ഡ് ഓഫ് വാരിയസ് സബ്സ്റ്റേറ്റ്സ്. ഇവിടെ എൻറോൾമെൻറ്റ് എന്നുള്ളത് ഒരുപാട് സബ്സ്റ്റേറ്റ്സ് ചേർന്നിട്ടുള്ളതാണ്. ദാറ്റ് വിൽ ലീഡ് ടു സ്റ്റുഡൻസ് ത്രൂ ദ എൻറോൾമെൻറ്റ് പ്രോസസ്. വൺസ് ദ സ്റ്റുഡൻറ്റ് ഹാസ് എൻറോൾഡ് ദേ വിൽ പ്രൊസീഡ് ടു ബീങ് ടോട്ട് ആൻഡ് ഫൈനലി ടു ഫൈനൽ എക്സാംസ്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് അതിലേക്ക് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പഠിത്തത്തിലേക്ക് കയറാം, പിന്നെ ഫൈനൽ എക്സാമിലേക്ക് പോവാം. അപ്പോൾ ആ ഒരു ഡയഗ്രമാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്, സ്റ്റാർട്ട് ചെയ്തു, പിന്നെ അടുത്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രപ്പോസ്ഡ്, പിന്നെ അതിനെ ഷെഡ്യൂൾ ചെയ്തു, അവിടുന്ന് ഓപ്പൺ ഫോർ സിമുലേഷൻസിലേക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഫുള്ള്, പിന്നെ അവിടുന്ന് ക്ലോസ്ഡ് ടു എൻറോൾമെൻറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തം കാണിച്ചിട്ടുള്ളത് ഒരു സ്റ്റുഡൻറ്റിന് ഒരു അഡ്മിഷൻ, യൂണിവേഴ്സിറ്റി ഇതിലേക്ക് അഡ്മിഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എൻറോൾമെൻറ്റ് ഒരുപാട് പ്രോസസ്സ് വരുമല്ലേ, ആ ഒരു പ്രോസസ്സുകളാണ് അവിടെ, ട്രാൻസിഷൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ എന്ത് ചെയ്യും, അത് എൻറോൾമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, പഠിക്കാൻ പോവാം, പിന്നെ ലാസ്റ്റ് ക്ലാസ് സെൻഡ് ചെയ്താൽ ഫൈനൽ എക്സാം അറ്റൻഡ് ചെയ്യാം, അവിടെ ക്ലോസ് ചെയ്യാം. അതെല്ലാം ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, നേരെ എൻഡ് സ്റ്റേറ്റിലേക്ക് പോകും. ഇതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ.